ഹലോ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തലേദിവസം ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തലേദിവസം അരിയോ ഉഴുന്നോ ഒന്നും അരച്ച് വെക്കണ്ട, പുളിപ്പിക്കാനായിട്ടൊന്നും വെക്കണ്ട. ഇപ്പോൾ നമ്മൾ തലേദിവസം ബാക്കി വന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. 2 ബൗൾ ചോറ് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് റവയാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരല്പം തേങ്ങ ചിരകിയത് ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 പച്ചമുളക്, 5 കൊച്ചുള്ളി, ചെറിയ ജീരകം. ഇത്രയാണ് അതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്താലും മതി. ഇത് രണ്ടിലേതെങ്കിലും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റാം. നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ജാറൊന്ന് കഴുകി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ പാകത്തിനാണ് വെള്ളം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദോശ ഇത് ചൂടാനുള്ള പാകത്തിന് വെള്ളമുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് പുളിക്കാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് നോക്കാം. നന്നായിട്ട് പുളിച്ച് പതഞ്ഞ് പൊങ്ങിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉഴുന്നരച്ച് വെക്കുന്നതിൽ നല്ലൊരു ദോശമാവാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്നെങ്കിൽ നെയ്യോ എണ്ണയോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് തൂത്തിട്ട് ദോശ ഇട്ടെടുക്കാം. ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണിത്. അപ്പോൾ ദോശയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിതിന് കറിയായിട്ട് അപ്പത്തിനോ ദോശയ്ക്കോ ഉണ്ടാക്കുന്ന ഏത് കറിയും ഉപയോഗിക്കാം. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ഉപയോഗിക്കാം. നല്ല ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ വളരെ രുചിയുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.